കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂര പാതയിൽ തെങ്ങിലക്കടവ് മുതൽ മാവൂർ വരെയുള്ള യാത്ര അതിസാഹസമാണ്. റോഡിന് വീതിയില്ലാത്തതും റോഡിനിരുവശവും വെള്ളക്കെട്ടായതിനാലുമാണ് ഈ മേഖല സ്ഥിരം അപകട ഭീഷണിയിലായിരിക്കുന്നത്. 3.5 കിലോമീറ്റർ മാത്രമാണ് റോഡിന്റെ ദൂരം. പക്ഷേ ഇത് താണ്ടണമെങ്കിൽ അല്പം കഷ്ടപ്പെടണം. മാത്രമല്ല ഇത്തിരി ധൈര്യവും കൂടി വേണം. തെങ്ങിലക്കടവ് മുതൽ മാവൂർ വരെയുള്ള 3.5 കിലോമീറ്റർ റോഡിന്റെ അവസ്ഥയാണിത്. റോഡിന് വീതി കുറവ്, റോഡിനിരുവശവും താഴ്ചയിൽ വെള്ളക്കെട്ട്. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വാഹനങ്ങൾ ഈ വെള്ളക്കെട്ടിൽ വീഴും. 2 മഴ അടുപ്പിച്ച് പെയ്താൽ വെള്ളം ഇവിടെ കയറാം, റോഡിൽ കയറാം. വാഹനങ്ങൾ അമിത വേഗത്തിൽ പോണ സമയത്ത് ഒന്ന് സൈഡിൽ നിന്ന് കൊടുക്കാൻ ഉള്ള സ്ഥലം ഇവിടെ അല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ യാതൊരുവിധ സൗകര്യമില്ല. ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കാൻ, അഥവാ മാറി നിന്നാൽ തന്നെ വെള്ളക്കെട്ടിലേക്ക് വീഴുന്ന അവസ്ഥയാണ്. കോഴിക്കോട് നിന്ന് ഊട്ടിയിലേക്ക് എത്തിപ്പെടാൻ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പാതയാണ്. പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണിത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുന്ന രോഗികളും ആശ്രയിക്കുന്നത് ഈ റോഡ് തന്നെ. ഫുള്ള് കുഴിയായി കിടക്കുക, എന്നിട്ട് പാച്ച് വർക്ക് ചെയ്യുക, എന്നിട്ട് ഒരു സ്റ്റെപ്പ്, എന്നിട്ട് അതിന്ന് ബൈക്കുകൾ തെന്നി വീഴുന്ന ഒരു അവസ്ഥയാണ്. മാവൂരിലെ ഗ്രാസിം ഫാക്ടറിയുടെ ആദ്യഘട്ടത്തിലാണ് തെങ്ങിലക്കടവിൽ ചെറുപുഴയ്ക്ക് കുറുകെ പാലം പൂർത്തീകരിച്ച് മാവൂരിലേക്ക് റോഡ് നിർമ്മിച്ചത്. അതിനുശേഷം സമീപത്തെ റോഡുകളെല്ലാം വീതി കൂട്ടുകയോ നവീകരിക്കുകയോ ചെയ്തു. എന്നാൽ ഈ റോഡിനെ അവഗണിച്ചു. വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. ഈ മാവൂര് മുതൽ തെങ്ങിലക്കടവ് പാലം കടക്കുന്നത് വരെ വലിയ ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾക്ക് പോകാൻ. ഞാനൊക്കെ വലിയ വാഹനത്തിൽ നിന്നും ഇപ്പം ചെറിയ വാഹനത്തിലേക്ക് ആയത്. കാരണം വെച്ചാൽ ഒന്നാമത് ഇപ്പം വാഹനം ഒക്കെ പെരുകി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വാഹനം കുറവായിരുന്നു. ഇത് ഗോളിയോറൻസ് വന്ന സമയത്തുള്ള റോഡാണ്. അതിനുശേഷം ഇവിടെ റോഡ് മര്യാദയ്ക്കൊന്നും പണി നടത്തിയിട്ടില്ല. പാച്ച് വർക്ക് ചെയ്തു പോകാന്നല്ലാതെയും കണ്ട് വേറൊരു പണികൾ നടക്കുന്നില്ല. 2 വാഹനങ്ങൾ കടന്നുപോയാൽ പിന്നെ കാൽനട യാത്രക്കാർക്ക് ഇതുവഴി നടക്കാൻ സ്ഥലമില്ല. വർഷങ്ങളായി യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. വീതി കൂട്ടി നവീകരിച്ച് വലിയൊരു പ്രോജക്റ്റായിട്ട് തന്നെ ഈ റോഡ് നടപ്പാക്കണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. റോഡിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ റോഡ് പഴയ അവസ്ഥയിൽ തന്നെയാണ്. ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് യാത്രക്കാരും പ്രദേശവാസികളും നൽകുന്നത്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. രവികുമാർ PB ചോദിക്കുന്നു, ആ റോഡിന്റെ വീതി കൂട്ടാൻ സാധിക്കില്ലേ, എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. ആ ചോദ്യം തന്നെയാണ് അവിടെയുള്ള നാട്ടുകാരും വാഹന ഉടമകളുമൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.